സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വയറിങ് ചെയ്യുന്നതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മളോട് കമൻറ്റായി ചോദിച്ചൊരു കാര്യമാണ് വയറിങ്ങിൻ്റെ വീഡിയോ ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഈ കോൺഡ്യൂട്ടിങ് പൈപ്പ് അടിക്കുന്നത്, സീലിങ്ങിൻ്റെ മുകളിൽ പൈപ്പ് അടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വയറിങ്ങിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്, അതിൻ്റെ തുടക്കം മുതൽ. അപ്പോൾ വയർ പുള്ളർ തള്ളി വയർ ഏതൊക്കെ സെലക്ട് ചെയ്തത്, എന്തൊക്കെയാണ്, ഏത് വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കുറേശ്ശൊക്കെ നമ്മൾ വയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു റൂമിലേക്കാണ് നമ്മൾ വയറെല്ലാം എത്തിക്കുന്നത്. ഈ റൂമാണ് ഒരു കൺട്രോൾ റൂം പോലെ. DB സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ വയർ കുറച്ചൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാം കൂടിയും വന്നതിന് ശേഷം ഇതിലേക്ക് ഓപ്പൺ ആക്കിയിട്ട് സ്വിച്ച് ബോർഡ് വെക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ വയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൂപ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഒറ്റ സ്വിച്ചിൽ തന്നെ 12, 13 ലൈറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ. ടെക്സ്റ്റൈലാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെക്സ്റ്റൈൽസിൽ തന്നെ. അപ്പോൾ വളരെ നീളത്തിൽ, അത് വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, വളരെ നീളത്തിൽ ഏകദേശം 22 ലൈറ്റോളം ആ രീതിയിലാണ് നമ്മൾ ഡ്രോയിങ്ങിലുള്ളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഒരു സഹപ്രവർത്തകനാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ലൂപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ വയറിങ്ങിൻ്റെ ചെയ്യാനുള്ള ബാക്കി ഭാഗങ്ങൾ. ഈ ഒരു ഏരിയയിലൊക്കെ ഇനി ഒരുപാട് വയറിങ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് ഭാഗം മാത്രമേ ചെയ്തുള്ളൂ. അവിടെയൊക്കെ നമ്മൾ കോൺഡ്യൂട്ടിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ ഓരോ മീറ്റർ ഇടവിട്ടാണ് നമ്മൾ ഓരോ 3-വേ ജംഗ്ഷൻ വെച്ചിട്ടുണ്ട്. ഓരോ പോയിന്റിന് വേണ്ടിയിട്ട് 3-വേ ജംഗ്ഷൻ വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ RR കേബിളിൻ്റെ പ്രൊജക്റ്റ് കോയിൽ, 200 മീറ്ററുള്ള പ്രൊജക്റ്റ് കോയിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കൽ. RRൻ്റെ പലതുണ്ട്, FR LSH. നമ്മൾ ഉപയോഗിക്കുന്നത് FR LSH എന്ന ക്വാളിറ്റി ഉള്ളതാണ്. അത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് തീ പിടിക്കാത്ത കേബിളാണ് എന്നുള്ളൊരു പൊതുവേ ഒരു ധാരണ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. തീ പിടിക്കാത്ത അങ്ങനെ ഒരു കേബിളില്ല. എല്ലാ കേബിളും തീ പിടിക്കും. പക്ഷേ FR LSHൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്മോക്ക് പ്രോബ്ലം ഉണ്ടാവില്ല. കത്തിപ്പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ കെമിക്കലിൻ്റെ സ്മോക്ക് കൊണ്ട് അപകടങ്ങൾ കൂടുതൽ വരും. അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ബാങ്കുകൾ, ഹോസ്പിറ്റലിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നിർബന്ധം പറയുന്നത്. ഇപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ കൂടി എപ്പോഴും ജനത്തിരക്കുണ്ടാകുന്നൊരു സ്ഥാപനമായിരിക്കുമല്ലോ. അപ്പോൾ ആ കണ്ടീഷനിലൊക്കെ അങ്ങനത്തെ ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്മോക്കിനെ കൊണ്ട് അതിനും വലിയൊരു അപകടത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ക്വാളിറ്റിയാണ് ഇതിലുള്ളത്, FR LSH കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, തീ പിടിക്കാത്ത വയറാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് FR LSH ക്വാളിറ്റിയിലാണ് ഉപയോഗിക്കുന്നത്. മാക്സിമം അതന്നെ നിങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ 1.5-ൻ്റെ വയറുകളാണ് നമ്മൾ ഈ ലൈറ്റ് പോയിൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. 1-ൻ്റെ വയർ ഉപയോഗിക്കുന്നവരുണ്ട്. 2-3 പോയിൻറ്റുകളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് 1-ൻ്റെ വയറുകൾ മതി. ഇത് വളരെ ലെങ്ത്തിൽ 1.5-ൻ്റെ വയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെങ്ത്തിലുണ്ടായതുകൊണ്ട്, വളരെ 20-30 മീറ്ററോളം ഉണ്ടായതുകൊണ്ട്, വളരെ ലെങ്ത്തിലുണ്ടായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ 1.5-ൻ്റെ വയർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ റെഡ്, ബ്ലാക്ക്, ഗ്രീന് അതൊരു സെറ്റ്. അപ്പോൾ നമ്മൾ വയറിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ തൊട്ടപ്പുറത്ത് ഒരു 11 പോയിൻ്റ് കഴിഞ്ഞിട്ട് അവിടെ അടുത്തൊരു സെറ്റ്, ഒരു ബ്ലാക്കും ഒരു യെലോയും, ഒരു ഫേസ് ന്യൂട്രൽ. പിന്നെ എർത്ത് നമ്മൾ കോമൺ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. മൊത്തത്തിലായിട്ട് ഒറ്റ എർത്ത് എന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിൻ്റെ പ്രാക്ടിക്കലുള്ള ഫുള്ളായിട്ട് നമുക്ക് കാണാം. അത് വയർ പുള്ളർ വലിയ തള്ളുന്നതാണ്. ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ അങ്ങേ അറ്റം വരെ വയർ പുള്ളർ കൊണ്ട് അങ്ങോട്ട് എത്തിച്ചതിന് ശേഷം അവിടുന്ന് വയർ കെട്ടിയിട്ട് ഇങ്ങോട്ട് വലിക്കുന്നതാണ്. അപ്പോൾ വയർ പുള്ളർ തള്ളുന്ന വീഡിയോ ഇപ്പോൾ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ പൈപ്പിലൂടെ അത് അങ്ങേ അറ്റം വരെ നമ്മൾ പുള്ളർ തള്ളിയിട്ട് അവിടെ നിന്നാണ് വയർ ഇങ്ങോട്ട് കെട്ടി വലിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പൈപ്പിലൂടെ ഈ ടോട്ടൽ 2 ലീഡ് എന്ന രീതിയിൽ, അതായത് ഒരു ലീഡിൽ 11 പോയിൻറ്റുകൾ, 11 ലൈറ്റ്, അങ്ങനെ 22 ലൈറ്റുകളാണുള്ളത്.
അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ പുള്ളർ എത്തി, ഈ ഒരു സൈഡിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഫസ്റ്റ് പോയിന്റ് നമ്മളെ ഒരു ന്യൂട്രൽ, ഫേസ് എർത്ത് ഇവിടുന്ന് കോമൺ ആക്കിയിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നുള്ളത്. അങ്ങനെ 3 1.5 വയറുകൾ ടേപ്പ് അടിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിവിടും. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ്. ലാസ്റ്റ് ലൈറ്റ് വരുന്നത് ഇവിടെ ഉണ്ടാവുക. ഇവിടുന്ന് ഏകദേശം പകുതിയിൽ നിന്നാണ് നമ്മളെ രണ്ടാമത്തെ ലീഡ് വരുന്നത്. ഒരു യെലോയും ഒരു ബ്ലാക്കും അതവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിവിടെ വലിച്ചതിന് ശേഷം അതിൻ്റെ ഇപ്പോൾ റെഡിൻ്റെ ലീഡിൻ്റെ കൂടെയാണ് അതും കൂടി കെട്ടിയിട്ട് ഒരുമിച്ചാണ് നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ ആ ഒരു സൈഡിലേക്ക് പൈപ്പ് റോഡ് അങ്ങോട്ട് തള്ളുന്നത്. ഇപ്പോൾ ആ വയർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെയാണ് ഒരു യെലോയും ബ്ലാക്കും അടുത്ത ലീഡ്, രണ്ടാമത്തെ ലീഡ് ഞാൻ പറഞ്ഞല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടെ കെട്ടിയിട്ട് ടേപ്പ് അടിച്ചിട്ട് നേരെ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലേക്ക് നമ്മൾ തള്ളുന്നതാണ് പുള്ളർ കൊണ്ട്. അങ്ങനെ ഓരോ റോയും ഇതുപോലെ ചെയ്യുന്നതാണ്. എല്ലാം കോമൺ ആണ്. കാരണം ടെക്സ്റ്റൈൽ ആയതുകൊണ്ട് ആ ലൈന് കറക്റ്റായിരിക്കും. ഇതിൻ്റെ ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ്ങിൻ്റെ സമയത്ത്, അത് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം, ഫിറ്റിങ്ങിൻ്റെ സമയത്ത് നല്ല രസമായിരിക്കും ഇതിൻ്റെ ലൈന്. അതുപോലെ വയറിപ്പോൾ അപ്പുറം എത്തിക്കഴിഞ്ഞു. അതിന് ശേഷം ഓരോ പോയിന്റിലും ഓരോ മീറ്റർ ഇടവിട്ട് ഓരോ പോയിന്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയൊക്കെ 1.30 താഴേക്ക് ലൂപ്പിങ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലെക്സിബിളൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ലൈറ്റ് പോയിന്റ് ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് അതിമ റെഡിയാക്കുക എന്നുള്ള രീതിയിലാണ് ഏകദേശം 1.30 ലൂപ്പിങ് ചെയ്യുന്നത്. 1 മീറ്റർ മതി ചിലയിടത്ത്. ഇവിടെ 1.30 ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ട്രേ അടിക്കണമെങ്കിൽ കുറച്ചുകൂടി നമ്മളെ പൈപ്പ് ബന്ധം പൊക്കി വെക്കും. അപ്പോൾ ഇനി ഇപ്പോൾ ലൂപ്പിങ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ ആ 1.30 ഇനി നമുക്ക് എല്ലാം ടാപ്പിൽ പിടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു 1.30 പൈപ്പ് കട്ട് ചെയ്തിട്ട് അളവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം സിമ്പിളായിട്ട്. ഞാൻ ഇത് അടുത്ത ആൾക്ക് കൊടുത്താൽ ഓരോന്നിനും ടാപ്പ് പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം 1.30 കറക്റ്റ് അതുവരെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ചെയ്യും. അതിന് ശേഷമാണ് ഫ്ലെക്സിബിളൊക്കെ ചെയ്തതിന് ശേഷം കണക്ടറും ചെയ്യണം. കണക്ടർ കണക്ട് ചെയ്യണം എല്ലാത്തിലും. അത് പിന്നീട് ജിപ്സം എല്ലാം അതിൻ്റെ പണിക്കാരെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഫുൾ ലൂപ്പിങ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുവരെയുള്ളത് കിട്ടാത്ത രീതിയിലായിരിക്കും. അപ്പോൾ ഈ സൈഡിലുള്ള ഫുൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ചെയ്തിട്ടുണ്ട്, ഇന്നലെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഫ്ലെക്സിബിളും കണക്ടറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് ഇത് ലൂപ്പിങ് ചെയ്ത് ഫ്ലെക്സിബിളൊക്കെ ചെയ്യേണ്ട വർക്കുകളാണ് ഈ പെൻഡിങ് ഉള്ളത്. ഇപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞു. എല്ലാ പൈപ്പുകളും ഒരുമിച്ച് നമ്മളെ ആ സ്വിച്ച് ബോർഡൊക്കെ വെക്കുന്ന കൺട്രോൾ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലെ ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇപ്പോൾ ഇത്രയും ഏകദേശം 12ഓളം പൈപ്പുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു കേബിൾ ട്രേ അടിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങാണുള്ളത്. നമ്മൾ ത്രെഡ് റാഡ് ഉപയോഗിച്ചുകൊണ്ട് കേബിൾ ട്രേ അടിക്കാം. ഒരു ട്രേ അടിച്ച് അതിൻ്റെ സപ്പോർട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. മാത്രമല്ല നല്ല ഇലക്ട്രിക്കൽ വർക്ക് നമ്മൾ പറഞ്ഞല്ലോ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വയറുകളുടെ ഏതൊക്കെ കമ്പനി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇലക്ട്രിക്കൽ റൂമുമായി ബന്ധപ്പെട്ടും പിന്നെ ജിപ്സത്തിലുള്ള ഈ ലൈറ്റ് കട്ടിങ്ങും അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.